ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഉള്ളി ചിക്കനാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 300 ഗ്രാം ചെറിയ ഉള്ളി ഒരു മീഡിയം വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി വഴറ്റിയെടുക്കണം. ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 8 വെളുത്തുള്ളിയുടെ അല്ലി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് ഒന്നെങ്കിൽ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക. ചില്ലി ഫ്ലേക്സ് അല്ലെങ്കിൽ ഞാൻ ചെയ്ത പോലെ വറ്റൽമുളക് ഒരു 4 or 3 വറ്റൽമുളക് വറുത്തിട്ട് നന്നായി മിക്സിയിൽ പൊടിച്ചെടുത്ത് ചേർത്ത് കൊടുക്കുക. പിന്നീട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ശേഷം 500 ഗ്രാം ചിക്കന് കഴുകി ക്ലീനാക്കി കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കുക. പിന്നീട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. എല്ലാം ഒന്ന് മിക്സാക്കിയതിന് ശേഷം മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് വേവിച്ചെടുക്കുക. 10 മിനിറ്റ് ശേഷം മൂടി തുറന്ന് നോക്കി. അപ്പോൾ നമ്മുടെ ചിക്കനിലൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ വെന്തിടോ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ വെന്തിട്ടില്ല. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ ഇതുപോലെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. വീണ്ടും മൂടി വെച്ച് വേവിച്ചതിന് ശേഷം മൂടി തുറന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. ഇതിൽ നിന്ന് വെള്ളമൊക്കെ വറ്റിയിട്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ആകണം. അപ്പോഴാണ് ചിക്കൻ്റെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതിലേക്ക് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തു. ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിലേക്ക് തൂമിച്ച് ചേർക്കണം. അപ്പോൾ തൂമിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ എല്ലാം ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർക്കാം. തേങ്ങാക്കൊത്ത് ചേർത്തതിന് ശേഷം നന്നായി വഴറ്റിയെടുക്കുക. ചെറുതായി ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റിയെടുക്കുക. നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ കളർ മാറി വന്നിട്ട് ഇനി അതിലേക്ക് കറിവേപ്പില ചേർക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ശേഷം നമ്മൾ വേവിച്ച് വെച്ച ചിക്കനിലേക്ക് ഇത് ചേർത്തുകൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉള്ളി ചിക്കൻ റെസിപ്പി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ പോയി ടാറ്റാ.